അടുത്തതായിട്ട് ഷിക്കാഗോ വനിതാ സമാജത്തിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്കിറ്റാണ്. ഇന്ന് നമ്മൾ ഇവിടെ വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായ 2 വിഭവങ്ങളാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അത് പ്രിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്ന 2 ഫേമസ് ഷെഫുകളായ മിസ് ജലസി ആൻഡ് മിസ് ലവ്ലി. സോ ലെറ്റ്സ് വെൽക്കം ദം, മിസ് ജലസി ആൻഡ് മിസ് ലവ്ലി. പ്ലീസ് ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. So let's go to Miss Jealousy. Hi Miss Jealousy. Hi Sumi. ഇന്ന് താങ്കൾ എന്താണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ രസകരമായ ഒരു രസമാണ്. ഓ, രസകരമായ ഒരു രസം. അതിൽ തന്നെ ഒരു രസം ഉണ്ടല്ലേ? സോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി കഴുകി ഉണക്കിയ നല്ലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ഓക്കെ. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അനീതി എന്ന എണ്ണ ഒഴിക്കുക. അനീതി എന്ന എണ്ണയോ? വേറെ ഏതെങ്കിലും എണ്ണ ആയാലോ? ഇല്ല, മാർക്കറ്റിൽ പലതരം എണ്ണകൾ ലഭ്യമാണ്. പക്ഷേ അനീതി എണ്ണയുടെ രുചി മറ്റൊന്നിനും കിട്ടുന്നില്ല. ഓക്കെ, പ്ലീസ് നോട്ട്. അനീതി എണ്ണ തന്നെ ഉപയോഗിക്കണം രുചിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കുശുമ്പ്, 1 ടേബിൾ സ്പൂൺ കുശുമ്പ്, 1 ടീസ്പൂൺ അത്യാഗ്രഹം, 1 ടീസ്പൂൺ അത്യാഗ്രഹം, 5 അല്ലി അരിശം. 5 അല്ലി അരിശം. അത് കൂടുകയോ കുറയോ ചെയ്താലോ? കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, കൂടുന്നത് കുഴപ്പമില്ല. ഓ ഓക്കെ, അപ്പം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, കൂടുതലിട്ടാലും നോ പ്രോബ്ലം, ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കുക. ഓക്കെ. അതിനുശേഷം 1 ഫുൾ തക്കാളി, 1 ഫുൾ തക്കാളി. തക്കാളി ഇല്ലെങ്കിൽ ഒരു കളിയാക്കലായാലും മതി, ഒരു ഫുൾ കളിയാക്കൽ. ഓ ഓക്കെ, തക്കാളി ഇല്ലെങ്കിൽ കളിയാക്കലായാലും മതി. ഓക്കെ. 4 നുള്ള് അഹംഭാവം. 4 നുള്ള അഹംഭാവം. കൂടുകയോ കുറയോ ചെയ്യാൻ പാടില്ല, 4 നുള്ള് തന്നെ മതി. ഓക്കെ. ഇതെല്ലാം ഇട്ട് പിന്നെയും ഇളക്കുക. എത്ര നേരം ഇളക്കണം? ദ മോർ യു ഇളക്കൽ ദ മോർ ദ രുചി. ഓ, മോർ ഇളക്കൽ മോർ രുചി. ഞാനൊരു കാര്യം ചോദിച്ചത്, ഈ കുശുമ്പ് അരിശ് ഇതൊക്കെ എവിടെ കിട്ടും? നമ്മളിവിടെ ഒന്നും കേൾക്കാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണല്ലോ. We shall talk about that later. Okay, then we'll at the end of the program we'll know where is it. Okay. ഇതിപ്പം നന്നായി ചൂടായിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പരദൂഷണം, 1 ടേബിൾ സ്പൂൺ പരദൂഷണം, വെട്ടി വെച്ചിരിക്കുന്ന പാരയുടെ നീര് 1 ടീസ്പൂൺ. പാരയുടെ നീര്. അപ്പൊ കഷ്ണങ്ങളോ? കഷ്ണം പറ്റില്ല, പാരയുടെ നീരിലാണ് അതിന്റെ തനിമയാർന്ന സത്ത് ഇരിക്കുന്നത്. നോട്ട്, പാരയുടെ നീര് തന്നെ ഉപയോഗിക്കണം, കഷ്ണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇത് നന്നായി ഇളക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം അസൂയ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത്. ഓ, അസൂയ കൊണ്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. പതഞ്ഞ് പോവോ ദൈവമേ. ഇനി ഇതിൽ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കൊലപാതകം 1/2 പാക്കറ്റോ, കൊലപാതകം 1/2 പാക്കറ്റ്, ചിരണ്ടി വെച്ചിരിക്കുന്ന പീഡനം 1/4 കപ്പോ ചേർക്കാവുന്നതാണ്. കൊലപാതകവും പീഡനവും ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയോ? ഇല്ല, ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എത്താൻ ഒരു ചെറു തീയിൽ 10 മിനിറ്റ് സമയം ഇരിക്കേണ്ടതുണ്ട്. ഓക്കെ, 10 മിനിറ്റ് ലോ തീയിൽ ഇരിക്കണം. ആ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് മിസ് ലവ്ലിയുടെ അടുത്ത് പോകാം. ലവ്ലിക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഹായ് മിസ് ലവ്ലി. ഹായ് സുമി. താങ്കൾ ഇന്ന് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. മിൽക്ക് ഷേക്ക്. വാവ്, ഐ ലവ് മിൽക്ക് ഷേക്ക്. അപ്പോൾ എന്നോട് ഈ പുഷ്പ ഇങ്ങനെ ഒരു കുക്കറി ഷോ സ്ത്രീ സമാജത്തിൻ്റെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ കുക്കറി ഷോയിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം എനിക്കിതിന് വലിയ പരിചയമൊന്നുമില്ല. അപ്പം എന്നാലും ഞാൻ ഓർത്തു, എനിക്കൊന്നും ഒരു പിടി കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇപ്പം ന്യൂ ജനറേഷൻ ആണല്ലോ, ന്യൂ ജനറേഷൻ എല്ലാം ഗൂഗിളിലല്ലേ ചെയ്യുന്നത്. പക്ഷേ അതെനിക്കൊരു രസമായിട്ട് തോന്നിയില്ല. കാരണം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞെന്നാൽ ന്യൂ ജനറേഷൻ സ്റ്റൈലായി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ദൈവത്തിൻ്റെ റെസിപ്പി ബുക്കായ ബൈബിളിൽ നിന്ന് എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത് 1 പത്രോസിൻ്റെ 1-2 വാക്യത്തിൽ എനിക്കിങ്ങനെ കിട്ടി. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. വചനമെന്ന മായമില്ലാത്ത പാല്. അപ്പോൾ മായമില്ലാത്ത വചനം എന്ന പാല് തന്നെ വേണം
ഇതിന് ഉപയോഗിക്കുവാൻ. അപ്പോൾ എനിക്ക് തോന്നി ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മായമില്ലാത്ത വചനം എന്ന പാല് തന്നെ നമുക്ക് കിട്ടി. മായമുള്ള പാലായാലോ? മായമുള്ള പാല് നമുക്ക് ഈ വിപണിയിൽ ധാരാളമായി കിട്ടും. പക്ഷേ അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ധാരാളം സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ചിലരൊക്കെ കുരയ്ക്കും, ചിലരൊക്കെ കരഞ്ഞുകൊണ്ടേയിരിക്കും, ചിലർ ചിരിച്ചുകൊണ്ടേയിരിക്കും, ചിലർ പാമ്പ് പോലെ കുഴഞ്ഞു നടക്കും. സോ അപ്പം ശ്രദ്ധിക്കുക, മായമില്ലാത്ത വചനം എന്ന പാല് തന്നെ ഉപയോഗിക്കുക. അതെ, വചനം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആയ വചനം എന്ന പാലിൽ തുടങ്ങാം നമുക്ക്. അതിനുശേഷം ഞാൻ അങ്ങ് വായിച്ചപ്പോൾ ഗലീന്ത്യം വായിച്ചപ്പോൾ അതിൽ നിന്നും 5:23 അതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കിട്ടി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയ സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഇപ്പം എനിക്കറിയാം. ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റ്. ഓക്കെ. സമാധാനം, സന്തോഷം. അതെ, ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ആഡ് ചെയ്താൽ വളരെ രുചികരമായിരിക്കും, ലോ കാലറീസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. സൗണ്ട്സ് ഗുഡ്. അതെ, എന്നാൽ നമുക്കിനി തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ബ്ലെൻഡറിൽ 1 ലിറ്റർ മായമില്ലാത്ത വചനമെന്ന് പാല് ഒഴിക്കുക. മായമില്ലാത്ത പാല് ഒഴിക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് സന്തോഷം ഒഴിക്കുക. അതിന് സന്തോഷം നമുക്ക് ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒട്ടും തുളുമ്പി പോകരുത്. പിന്നെ 1 കപ്പ് സ്നേഹം. അതെ, ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് നേരത്തെ, ഒരു 10 സെക്കൻഡ് സമയത്തേന് ഒന്ന് മിക്സ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ. അതിനുശേഷം അതിനകത്തോട്ട് ഒരു 10 സെക്കൻഡ് സമയം മതി. ഓക്കെ. അതിനുശേഷം 10 സെക്കൻഡ് അതിലേക്ക് നമുക്ക് കുറച്ച് പരോപകാരം, പിന്നെ കുറച്ച് ദയ ഇത് ചേർത്ത് ഒന്നും കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. 10 സെക്കൻഡും കൂടെ വീണ്ടും ഒരു 10 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് ഒരു കപ്പിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ലൊരു കാണാൻ ഒരു ഭംഗി വരുത്തണമല്ലോ. ഗാർണിഷ്, ഓഫ് കോഴ്സ്. അത് തന്നെ. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്ന ദയ സ്പ്രിങ്കിൾ ചെയ്യുക. പിന്നെ അടുത്ത സൈഡിലേക്ക് നമുക്ക് അല്പം പരോപകാരം ദയയും സ്പ്രിങ്കിൾ ചെയ്യുക. അത് ശരി. പിന്നെ നമുക്ക് അല്പം സ്നേഹം നല്ല ഉരുട്ടി മുകളിലോട്ട് വെക്കുക. Wow, now it looks so beautiful. And I hope it tastes good too. ഇത് കാണാൻ വളരെ ഭംഗിയല്ലേ? Yes, it does. അതെ, ഇത് നമുക്ക് ഇത് പ്രഷറുള്ളവർക്കും നമ്മുടെ നാവിൻ്റെ കൺട്രോള് വിടുമ്പോഴും ഇത് അല്പം കുടിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇപ്പം നമ്മുടെ മീറ്റിങ്ങിനും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഭാര്യമാര് നമ്മുടെ കമ്മിറ്റി മീറ്റിംഗ് വരുമ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നമ്മുടെ ഭർത്താക്കന്മാരെ ഓരോ കപ്പ് കുടിപ്പിച്ചേ വിടാവൂ. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് സമാധാനമായ മീറ്റിംഗ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതെ. നല്ലതാണ്. നമുക്ക് വീട്ടിൽ പോയാലും നമുക്ക് പള്ളി പോയെന്നുള്ള ഒരു ഫീലിങ്ങോടുകൂടി സമാധാനത്തോടെ പോകാം. പിന്നെ ഈ ജലസി ഉണ്ടാക്കുന്ന രസം കുടിച്ചതിന് ശേഷം കുടിച്ചാലും വയറിന് നല്ല സുഖമായിരിക്കും. ഓക്കെ. അതെ. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാം. അതെ. സോ ലെറ്റ് മീ ട്രൈ ഫസ്റ്റ്. വാവ്, അടിപൊളിയായിരിക്കുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇറ്റ് ഫീൽസ് സോ ഗുഡ്. സോ ഇവിടെ 10 മിനിറ്റ് നമ്മുടെ ജലസി അവിടെ രസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തിളച്ച് റെഡിയായോ എന്ന് നോക്കാം. ഏകദേശം രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി അല്പം നുണയും ഇത്തിരി കുത്തുവാക്കും മുകളിലൂടെ വിതറി
ചൂടോടെ ഉപയോഗിക്കാവുന്നതാണ്. നുണയും കുത്തുവാക്കും ഗാർണിഷ് ചെയ്യുക. ലുക്സ് ഗുഡ്, ലുക്സ് ഗുഡ്. സോ ഇവിടെ നമ്മുടെ 2 വിഭവങ്ങൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു കാര്യം ആദ്യം ചോദിച്ചത്, നമുക്ക് ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് കിട്ടുന്നത്? സാധാരണയായിട്ട് ഇത് ഏഷ്യൻ മാർക്കറ്റിലാണ് കണ്ടുവരുന്നത്. മലയാളി കടകളിൽ സുലഭമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഗ്രീഡിയൻസ് കിട്ടിയില്ലെങ്കിൽ ഓൾവേസ് കോൺടാക്ട് മീ. മൈ നമ്പർ ഈസ് 333226. സോ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മിസ് ജലസി. സോ നമ്മുടെ ഇവിടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. മിസ് ലവ്ലി പറഞ്ഞതുപോലെ ഇതിന് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. റിയലി? നമ്മൾ ജിമ്മിൽ പോകേണ്ട, ഡയറ്റ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമ്മുടെ ശരീരഭാരം നന്നായി കുറയുന്നതായിരിക്കും. നല്ല സ്ട്രോങ് ആണല്ലോ, എളുപ്പമുണ്ട്. ഇത് സ്ട്രോങ്. കണ്ണുനീർ വരികയോ ചതവുകൾ കാണുകയോ അതുമല്ല ആശുപത്രിയിൽ തന്നെ പോകേണ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് അല്ല, ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഇഫക്റ്റ്. അത് ശരി. ഓക്കെ. അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. സോ എല്ലാവരും ട്രൈ ചെയ്യുക, എളുപ്പമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട ഇമെയിൽ ID fatherthomasmayprath@gmail.com. താങ്ക് യു. സുമി, ഒരു ശകലം രസം ട്രൈ ചെയ്യാം. വേണ്ട, ഇപ്പം വേണ്ട. എന്നാലും ട്രൈ ചെയ്യാം. സുമി ട്രൈ.